യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. നോമ്പിലെ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. യേശു കർത്താവ് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു കർത്താവ് ആ ഭവനത്തെ ആശ്വസിപ്പിക്കുകയും ആ ഭവനത്തിന്റെ പരിഹാസങ്ങൾ ഏറ്റെടുക്കുകയും ആ പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അവളെ ജീവനിലേക്ക് നടത്തുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു സംഭവം നമ്മുടെ ആത്മീയ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു വിഷയം കൂടെയാണ്. ബാല മരിച്ചു എന്ന് കേട്ട് ദുഃഖിക്കുന്ന യായിറോസിനോട് കർത്താവ് പറയുന്ന മറുപടി പ്രത്യാശയുടെ വാക്കുകളാണ്. ഭയപ്പെടേണ്ട എന്നാണ്. ഫിയർ നോട്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിറയപ്പെട്ട ഒരു വാക്കാണ് ഫിയർ നോട്ട്. കർത്താവ് യായിറോസിനോട് പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ്. ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം മതി. നീ വിശ്വസിക്കുക, ജസ്റ്റ് ബിലീവ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഫിയർ നോട്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ നമുക്ക് പരിചയമുള്ളവരോ ആരെങ്കിലും ആകട്ടെ ദുഃഖത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസ വചനം പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ചിലപ്പോൾ ഭാരപ്പെട്ട് മരിച്ചു കളയാമെന്ന് വിചാരിക്കുന്നതായ ആളുകൾ ഈ ഒരൊറ്റ വാക്കിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ധാരാളം സംഭവങ്ങളുണ്ട്. എനിക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു മാതാവ് എന്നും പ്രഭാതത്തിൽ അവിടെ നിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നൊരു ചോദ്യം, ഇന്ന് നാൻസി സിസ്റ്റർ വരുമോ? നാൻസി സിസ്റ്റർ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ്. ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ അടുക്കൽ ചെന്നിട്ട് അമ്മച്ചിയുടെ രോഗവിവരം, സ്നേഹ അന്വേഷണമൊക്കെ നടത്തും. ആ സിസ്റ്റർ വരുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷിഫ്റ്റ് ഡ്യൂട്ടിയിൽ എപ്പോഴാണ് വരുന്നത് എന്നറിയാനാണ് ഈ അമ്മച്ചി അവിടെയുള്ള സിസ്റ്റേഴ്സിനോട് ചോദിക്കുന്നത്, നാൻസി സിസ്റ്റർ എപ്പോൾ വരും? ആ നേഴ്സ് വരുമ്പോൾ എന്നോട് ഹൃദ്യമായി സംസാരിക്കും, എന്നോട് ഹൃദ്യമായി ഇടപെടും. അത് ആശ്വാസമാണ്. യായിറോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കാൻ മാത്രം മതി. ജീവിതത്തിന്റെ ദുഃഖ അനുഭവങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവരായി, നമ്മുടെ സ്നേഹിതരായി ഒക്കെ വന്ന് നമ്മെ ആശ്വസിപ്പിച്ചത് ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. ചില വേർപാടിന്റെ സന്ദർഭങ്ങളിലാകാം, കടഭാരത്തിന് നടുവിൽ അനുഭവപ്പെട്ടതായ പ്രതിസന്ധിയുടെ മധ്യത്തിലാകാം. അവിടെയൊക്കെ നമ്മെ ആശ്വസിപ്പിക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്. ഒന്നാമതായി കർത്താവ് ഈ ഭവനത്തെ ആശ്വസിപ്പിക്കുന്നു. രണ്ടാമതായി യേശു കർത്താവ് ഏറ്റെടുക്കുന്ന ഒരു പരിഹാസമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ബാല മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവിടെ കൂടി നിന്നവർ കർത്താവിനെ പരിഹസിച്ചു എന്ന് വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ അനുഭവങ്ങളെ ഏറ്റെടുക്കും. കർത്താവ് ചില പരിഹാസങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ക്രൂശിൽ കിടക്കുന്ന സമയത്തും കർത്താവിനെ പരിഹസിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ സ്വയം ക്രൂശിൽ നിന്ന് രക്ഷപ്പെട്ട് നീ ഇറങ്ങി വാ. പരിഹാസങ്ങളുടെ കൂരമ്പ് ഏൽക്കേണ്ടതായിട്ട് വരുമ്പോൾ നമ്മുടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ നിന്നും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ചിലപ്പോൾ പുറകോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൽ ചില പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചത്, കഷ്ടപ്പെട്ടത് ഭർത്താവിന് വേണ്ടിയാകാം, മക്കൾക്ക് വേണ്ടിയാകാം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാകാം. ആ ഭവനത്തിലെ സഹധർമ്മിണി, ആ ഭവനത്തിലെ ആ സ്ത്രീ ഒരുപക്ഷെ ചിന്തിച്ചാൽ ഈ പരിഹാസം ഏറ്റെടുത്തുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കുവാനായിട്ട് വയ്യ. പ്രിയമുള്ളവരെ, പരിഹാസങ്ങൾ നേരിടുവാനും ഏറ്റെടുക്കുവാനും കഴിയുന്നതിലൂടെയാണ് തുടർന്ന് വരുന്ന പുതിയ പ്രഭാതത്തിന്റെ സാധ്യതകൾ ഒരുമിച്ച് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് പരിഹാസം ഏറ്റെടുത്തത് വരുവാനായിട്ട് പോകുന്ന ഒരു പുതിയ അനുഭവത്തെ കാണിച്ചു കൊടുക്കാനാണ്. വിലപിക്കുന്നവർ, കരയുന്നവർ, വാദ്യമേളങ്ങൾ മീട്ടുന്നവർ, അവരോട് പറയാനായിട്ട് പോകുകയാണ്, ഇതാ ഒരു പുതിയ യുഗം പിറക്കുവാനായിട്ട് പോകുന്നു. മരണത്തിന് അപ്പുറമായ ജീവനിലേക്ക് പ്രവേശിക്കുന്ന ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് പോവുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി പരിഹാസം ഏറ്റെടുത്തത് ഞാനും നിങ്ങളും ഒരു പുതു ജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. മൂന്നാമതായി, ഏറ്റവും ഒടുവിലായി, യേശു കർത്താവ് ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ ബാലയുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. അവളോട് ഇപ്രകാരം പറഞ്ഞു, ബാലെ എഴുന്നേൽക്കാം, തലീത കൂമി. നീ ജീവനിലേക്ക് മടങ്ങി വരിക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തലീത എന്ന് പറഞ്ഞാണ് അവളെ വിളിക്കുന്നത്.
12 വയസ്സുള്ള ഒരു പെൺകുട്ടി, 12 വയസ്സ് മുതൽ വിവാഹപ്രായം എത്തുന്നതായ ഒരു സമയം വരെ ഉള്ള സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ വിളിക്കുന്ന പേരാണ് തലീത. ഇപ്രകാരം ഒരു വിവർത്തനം കൂടെ ഉണ്ട്, ഈ വാക്കിന് ആട് എന്ന അർത്ഥം കൂടി ഉണ്ട് എന്ന്. അത്ര കണ്ട് പ്രചാരം സിദ്ധിച്ചതായ ഒരു പ്രയോഗമല്ല എങ്കിലും ശ്രദ്ധേയമായ ഒരു വിഷയം അവിടെ പരാമർശിക്കുന്നുണ്ട്. ഇടയൻ തൻ്റെ മാർവിടത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആടിനെ തൻ്റെ മാർവിടത്തിലേക്ക് മടക്കി വിളിക്കുന്ന അതേ അനുഭവം തന്നെയാണ് ബാലെ എഴുന്നേൽക്ക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. മരണം ഉറപ്പായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഒരു മരണവൃത്താന്തം റിപ്പോർട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഷീ ഈസ് നോ മോർ. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എനിക്കും നിങ്ങൾക്കും പാപത്താൽ ലഭിക്കപ്പെട്ടതായ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിശാച് എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവ് ആ സർട്ടിഫിക്കറ്റ് കീറിക്കളയുവാനായിട്ട് വന്നിരിക്കുന്നവനാണ്. എന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ കടന്നു വന്നവനാണ് അവൻ. അവൻ്റെ കരം നീട്ടി എൻ്റെ കരത്തിൽ പിടിച്ചു. എന്നാൽ എൻ്റെ പാപമരണത്തിൽ നിന്നും, പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കുകയാണ്. മരണത്തിൻ്റെ കയ്യിൽ നിന്നും എന്നെ സ്വർഗത്തോളം ഉയർത്തുവാൻ തക്കോണം അവൻ കരം നീട്ടി തരികയാണ്. യേശു കർത്താവ് യായിറോസിന്റെ മകളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ എന്നെ നിങ്ങളെയും കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മോട് ഒപ്പമുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഒരു പേഴ്സണൽ കോളാണ്. ഇവിടെ പറയുന്നു ബാലെ എഴുന്നേൽക്കാം. ലാസറിനോട് പറയുന്നു ലാസറെ പുറത്തു വരിക. പത്മോസിൽ വെച്ച് യോഹന്നാനോട് പറയുന്നു നീ ഇവിടേക്ക് കയറി വരിക. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ടുള്ള ക്ഷണമുണ്ട്. മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും ജീവനിലേക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ക്ഷണമുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ, മേഘപ്രത്യക്ഷതയെങ്കിൽ കാഹളം ധ്വനിക്കും. പേര് ചൊല്ലി വിളിക്കുകയല്ല, കാഹളധ്വനി ഉണ്ടാകുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോട് ഒപ്പം ഈ മധ്യാകാശത്തിലേക്ക് പ്രവേശിക്കും. ഈ നാളുകളിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, നല്ലിടയൻ തനിക്കുള്ളവയെ അറിയുന്നു, അവയെ എല്ലാം പേര് ചൊല്ലി വിളിക്കുന്നു. എന്നെ നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. ബാലെ എഴുന്നേൽക്ക എന്ന് ആ പെൺകുട്ടിയോട് പറയുന്നുവെങ്കിൽ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് തലീത കുമി എന്നുള്ളത്. എഴുന്നേൽക്കുക, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം ശക്തനായവൻ നിന്നോട് കൂടെയുള്ളപ്പോൾ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക. കർത്താവ് എൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഈ നോമ്പും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ നിർവഹിക്കുമ്പോൾ കർത്താവ് എൻ്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. പാപം നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിടുവിപ്പാൻ അവൻ എൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് വരാം. എൻ്റെ നിത്യ മരണത്തിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ശക്തനായിരിക്കുന്നവൻ എൻ്റെ കർത്താവ് മാത്രമാണ്.